വിജയാസ് ഡിഷ് ഓഫ് ദി ഡേ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ കുറുമയാണ്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചോറിനും അപ്പത്തിനും പൊറോട്ടയ്ക്കും പത്തിരിക്കും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുമയാണിത്. ചിക്കൻ കുറുമ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ 7-8 കാഷ്യൂനട്ട് പിളർന്നെടുത്തിട്ട് നല്ല ചൂടുവെള്ളത്തിലിട്ട് വെക്കണം. അതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ കസ്കസ് കൂടെ ചേർക്കാം. ഇത് കശകശയെന്നും പറയും ഇതിന്. ഇത് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാനാണ്. അപ്പോൾ ഇതൊന്ന് കുറച്ച് കുതിരട്ടെ. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടാകുമ്പോൾ അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കണം. ഇത് ചെറിയ തീ വെച്ചിട്ട് വേണം ചൂടാക്കിയെടുക്കാൻ. പച്ച മണം മാറിയാൽ മതി, അധികം ഇത് മൂത്ത് പോകരുത്. കറിയുടെ ടേസ്റ്റ് അങ്ങനെ മാറിപ്പോകും. ഇതപ്പോൾ നമുക്ക് പൊടിച്ചെടുക്കണം. പിന്നെ ഞാനിവിടെ 2 സവാളയും 1 തക്കാളിയും കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ എരിവ് അനുസരിച്ചിട്ട് 3-4 പച്ചമുളക് വേണം. അതിങ്ങനെ 2ആയിട്ടൊന്ന് പിളർന്ന് വെക്കണം. 1/2 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിന് വേണ്ട അളവുകളാണ് ഞാനിന്നിപ്പോൾ പറയുന്നത്. നിങ്ങൾ 1 കിലോ ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവുകൾ കൂട്ടിയാൽ മതി. അപ്പോൾ ഞാനിത് ഓരോന്നായി ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ അളവുകൾ എത്രയെന്ന് പറയാം. നിങ്ങൾ ചിക്കൻ വാങ്ങുമ്പോൾ ക്ലീൻ ചെയ്യാത്തത് 1.5 കിലോയിൽ കൂടുതൽ വാങ്ങരുത്. അത് കറി വെച്ചാൽ നാര് പോലെ ഉണ്ടാവും. ക്ലീൻ ചെയ്തതാണെങ്കിൽ 1 കിലോ മുതൽ 1-200 വരെയുള്ളതേ വാങ്ങാവൂ. ഗൾഫിൽ കിട്ടുന്ന ചിക്കൻ ആണെങ്കിൽ കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമുക്കൊരു കുക്കർ ചൂടാക്കാം. അതിലേക്ക് നമുക്ക് ഒരു 2 വലിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും. അതിലേക്ക് നമുക്ക് 4 ഏലക്ക, 4 ഗ്രാമ്പു, ഇതുപോലൊരു കഷ്ണം പട്ട, ഇത്രയും നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്രാമ്പു, ഏലക്ക അതെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചത്, പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതങ്ങ് ഒരുപാടങ്ങ് ചുമക്കണ്ട. ചുമന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. സവാള ചുമന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചതിന് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അരച്ചതാണിത്. ഇതൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുവാണ്. നിങ്ങൾ സെപ്പറേറ്റ് അരയ്ക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ വെളുത്തുള്ളിയും അരച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി അരച്ചതും ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് വഴന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി. മല്ലി മുളകും നന്നായിട്ട് മൂക്കുമ്പോൾ ഇതിലേക്ക് നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന പെരുംജീരകവും കുരുമുളകും ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് പെരുംജീരകവും കുരുമുളകും പൊടിച്ച് വെച്ചിരുന്നത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു തക്കാളി അരിഞ്ഞാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴറ്റണം. 1/2 കിലോ ചിക്കൻ കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്.
ഇതൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. 4 വിസിൽ വന്നു, പ്രഷറെല്ലാം പോയിരിക്കുക. നമുക്കിപ്പം തുറന്ന് നോക്കാം. കണ്ടോ, ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി പാകത്തിനായിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കസ്കസും കാഷ്യൂനട്ടും കൂടെ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടെ വേണം. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇതിലേക്ക് ഇനിയും തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇത് 1.5 കപ്പ് തേങ്ങയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തതാണിത്. ഇത് പാകത്തിനൊന്ന് തിളച്ചിട്ട് കുറുകണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക്. പാകത്തിന് കുറുകിയിട്ടുണ്ട്. നമുക്കിനി ഇത് തീ ഓഫ് ചെയ്തിട്ട് ചെറിയ ഉള്ളി നമുക്കിതിലേക്ക് വറുത്തിടണം. ഉള്ളി വറുക്കാനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഒരു 2 സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. ഒരു 6 ചെറിയ ഉള്ളി നൈസായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണിത്. ഇതിലേക്ക് ഒരു 3 ഉണക്കമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് ചൂടോടുകൂടി തന്നെ നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കണം. ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള കുറുമ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തൊരു ഡിഷുമായി വരുന്നത് വരെ ബൈ.